ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, എം സ്വരാജ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ വീട്ടിലേക്ക് എത്തിയിരുന്നു. ആ വീട്ടിൽ നിന്നുള്ള ദയനീയമായ കാഴ്ചകളും ഇപ്പോൾ കാണുന്നുണ്ട്. അത്രയും പ്രിയപ്പെട്ട ഒരു കുഞ്ഞാണ് അവർക്ക് ഇല്ലാതായിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അവിടേക്ക് എത്തുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു പശ്ചാത്തലം? പൂജ, ഞാനിപ്പോൾ നിൽക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ മരിച്ച അനന്തുവിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. ജിത്തു എന്നാണ് ഈ അനന്തുവിനെ വിളിക്കുന്നത്. അതാണ് നേരത്തെ ജിത്തു എന്ന പേര് സൂചിപ്പിച്ചത്. എന്തായാലും ഈ മരിച്ച അനന്തുവിൻ്റെ വീടിന് സമീപത്ത് തന്നെയാണ് കൂട്ടുകാരായിട്ടുള്ള യദുവിൻ്റെയും ഷാനുവിൻ്റെയും ഒക്കെ വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. ചെറുപ്പം മുതലേയുള്ള കൂട്ടുകാരാണ്. ഇവർ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതും. ഇവരെല്ലാവരും ഇന്നലെ വൈകിട്ട് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയതാണ്. ആ ഫുട്ബോൾ കളി കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടയ്ക്കാണ് അവരുടെ തന്നെ, ഇതൊരു കാട് മൂടിയ പ്രദേശമാണ്, റബ്ബറുകളുമൊക്കെയുള്ള ഒരു പ്രദേശമാണ്. ഇതിൻ്റെ ഭാഗത്തൂടെ ഒഴുകുന്ന തോട്ടിലിറങ്ങി മീൻ പിടിക്കാൻ പോയപ്പോൾ ഉണ്ടായൊരു അപകടം, ഷോക്കേറ്റുണ്ടായ അപകടം. ആ അപകടത്തിലാണ് ജിത്തു മരണപ്പെടുന്നത്. നേരത്തെ എം സ്വരാജ്, LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജ് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ബന്ധുക്കളെയൊക്കെ കണ്ടു, ബന്ധുക്കളെയൊക്കെ ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയതിന് ഉച്ചയോടുകൂടി വീണ്ടും ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത്. മഞ്ചേരി ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും അനന്തുവിൻ്റെ മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോഴും കൂട്ടുകാരിൽ ഒരാൾ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയുമാണ്. ഇതിൽ എം സ്വരാജ് അടക്കം പറയുന്നത് ഇവിടുത്തെ വന്യമൃഗ ശല്യം ഇവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രപ്പോസലൊക്കെ സർക്കാർ നേരത്തെ തന്നെ കൊടുത്തതാണ്. അതിലൊക്കെ അനുമതി വേണം, അതൊക്കെ അംഗീകരിക്കണം എന്നത് തന്നെയാണ് ആവശ്യം. ഇവിടെ ഒരു വന്യമൃഗ ശല്യം ഇല്ല എന്നുള്ള രൂപത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ആ രീതിയിലൊരു ക്യാമ്പയിനിങ് ഒന്നും നടത്തിയില്ല. പക്ഷേ അപ്പോഴും മന്ത്രി AK ശശീന്ദ്രൻ ഇതിലിപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം, നിലമ്പൂരിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് ആ സമയം കൊണ്ട് തന്നെ, നിലമ്പൂരിൽ അത് അറിയും മുൻപ് തന്നെ, അങ്ങനെയാണ് അദ്ദേഹം ആ വാക്ക് പ്രയോഗിച്ചത്. നിലമ്പൂരിൽ ഈ വിഷയം അറിയും മുൻപ് എങ്ങനെയാണ് മലപ്പുറത്ത് വലിയൊരു രീതിയിലുള്ളൊരു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്? ഇതിലൊരു ഗൂഢാലോചന സംശയിക്കേണ്ടതുണ്ട്, രാഷ്ട്രീയ താല്പര്യക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന രൂപത്തിലാണ് മന്ത്രി AK ശശീന്ദ്രൻ നേരത്തെ ഒരു പ്രതികരണം നടത്തിയത്. അത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാവുന്ന സമയത്ത് ഇത്തരത്തിലുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ രാഷ്ട്രീയമായി കൂടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു, അതല്ലെങ്കിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതിൽ സർക്കാരിനെ കൃത്യമായും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ആ രീതിയിൽ ഉള്ള കാര്യങ്ങളാണിപ്പോൾ പോകുന്നത്. UDF വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം നടത്തുന്നുമുണ്ട്. ഇനിയിപ്പോൾ PV അൻവർ അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. മരിച്ച അനന്തുവിൻ്റെ വീട്ടിലെത്തി ബന്ധുക്കളെയൊക്കെ കണ്ട് ആശ്വസിപ്പിച്ചതിന് ശേഷം മടങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തു പോരുന്നത്. ഉച്ചയോടുകൂടി ഇങ്ങോട്ടേക്ക് അനന്തിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്യും. വളരെ ദയനീയമായ കാഴ്ച എന്ന്, വളരെ സങ്കടമുണ്ടാക്കുന്ന കാഴ്ച എന്ന് നമുക്ക് പറയാൻ, അത് അങ്ങനെ പറയുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ്. കാരണം 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വളരെ ആഗ്രഹങ്ങളോടെയൊക്കെ സമീപത്തെ കൂട്ടുകാരോടൊപ്പമൊക്കെ കളിച്ച് എല്ലാ ദിവസവും അങ്ങനെ തന്നെ മുന്നോട്ട് പോയിരുന്ന ഒരു കുടുംബം. അതിലങ്ങനെയാണ് അബദ്ധത്തിൽ ഇന്നലെ ഇങ്ങനൊരു അപകടമുണ്ടാവുന്നു. ആരാണ് ആ അപകടത്തിന് കാരണക്കാരെന്നുള്ള ചോദ്യമുണ്ടെങ്കിൽ പോലും, എന്താണ് അവിടെ കൃത്യമായി സംഭവിച്ചത് എന്ന ചോദ്യമുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു വിശദമായ അന്വേഷണം നടത്തുകയല്ലാതെ, പരിശോധന നടത്തുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണെന്ന് പറയുമ്പോൾ പോലും എങ്ങനെയാണ് അങ്ങനെ ഒരു വൈദ്യുതി പോസ്റ്റിൽ നിന്ന് അനധികൃതമായി ഒരു വൈദ്യുതി കെണി കെട്ടിയിറക്കിയത് എന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തത വേണം. നാട്ടുകാരിൽ പലരോടും ചോദിക്കുമ്പോൾ പറയുന്നത് ഇതങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രം അവിടെ ഉണ്ടായ ഒരു കെണിയാണ്, ഉണ്ടായ ഒരു വൈദ്യുതി കമ്പിയാണെന്നാണ് പലരും പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ പന്നിശല്യമോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അങ്ങനെ ആരെങ്കിലും കെട്ടി ഇറക്കിയതാണോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയം പറയുന്നത്. അതിലൊക്കെ ഒരു വ്യക്തത വേണ്ടതാണ്. എന്തായാലും ആര് സ്ഥാപിച്ചതായാലും എന്ത് അനധികൃതമായാലും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു 15 വയസ്സുകാരനാണ്. നഷ്ടം മുഴുവൻ അനന്തു എന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല.
ഇപ്പോൾ ഇതിനെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇപ്പം ഇന്നലെ തന്നെ UDF-ന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നിലമ്പൂരിൽ നടന്നു. അവരെല്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യം ഈ വന്യമൃഗശല്യം ഉണ്ടാവുമ്പോൾ സർക്കാരൊന്നും കൃത്യമായി ചെയ്യുന്നില്ല. മന്ത്രി AK ശശീന്ദ്രൻ അടക്കമുള്ളവർക്ക് ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു കെണി ഒരുക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നത് ഇവിടെ നിരന്തരമായിട്ട് വന്യമൃഗശല്യം ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്.